ഒരു ഭീകരമായ യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായി പോയ ഒരു നഗരത്തിലേക്ക് ചെന്നതുപോലെയാണ് ഞാൻ ജദ്ദ നഗരത്തിലേക്ക് ചെന്നിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച. വിമാനത്താവളത്തിൽ നിന്ന് നഗരത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രദേശം മുഴുവൻ പുതിയതും പഴയതുമായ കെട്ടിടങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്നു. ആ കാഴ്ചയുടെ നടുവിലൂടെയാണ് ഓടുന്നത്. കുറച്ച് ചെറിയ പ്രദേശമൊന്നുമല്ല, ഒരു വിസ്തൃതമായ പ്രദേശം മുഴുവൻ കുറേയേറെ ദൂരം നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്നത് മുഴുവൻ ഒരു നഗരത്തെ മുഴുവൻ തകർത്തിട്ടിരിക്കുന്നതാണ്. നമ്മൾ ഇന്നിപ്പോൾ ഗാസ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ അല്ലെങ്കിൽ ഗാസയിലെ ആ യുദ്ധത്തിന് ശേഷമുള്ള ചില ദൃശ്യങ്ങൾ കാണുന്നത് പോലെയാണ്. അതല്ലെങ്കിൽ ഇറാഖ് വാറിന് ശേഷം, ഇറാഖ് യുദ്ധത്തിന് ശേഷം ഇറാഖിലെ പല പട്ടണങ്ങളുടെയും ദൃശ്യങ്ങൾ കണ്ടതുപോലെ. അവിടെ കുറേ കെട്ടിടങ്ങളെങ്കിലും അവശേഷിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒരൊറ്റ കെട്ടിടവും അവശേഷിക്കുന്നില്ല. മോസ്കുകളും ആശുപത്രികളും വിദ്യാലയങ്ങളും എല്ലാം, ഹോട്ടലുകളും എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്നു. ജദ്ദ മാസ് ഡിമോളിഷൻ എന്നാണ് ഇതറിയപ്പെടുന്നത് തന്നെ. 2018 ഇങ്ങനൊരു പദ്ധതിക്ക് സൗദി ഭരണാധികാരികൾ രൂപം കൊടുക്കുന്നത്. അതായത് ജദ്ദയുടെ പഴയ നഗരത്തെ മുഴുവൻ ഇടിച്ച് പൊളിച്ച് കളയുക, എന്നിട്ടൊരു ആധുനിക ജദ്ദയെ രൂപീകരിക്കുക. ചിലർക്ക് ഒഴിഞ്ഞു പോകാൻ വെറും 24 മണിക്കൂറേ നോട്ടീസ് കിട്ടിയുള്ളൂ. വേറെ ചിലർക്ക്, ചില പ്രസ്ഥാനങ്ങൾക്ക് 6 ആഴ്ച വരെ സമയം കിട്ടി. പക്ഷേ ഈ ഒഴിഞ്ഞു പോകുന്നവർക്ക് പകര സ്ഥലവും തീരുമാനിച്ചിരുന്നു. ഒരു വലിയ അഭയാർത്ഥി പ്രവാഹം പോലെയാണ് ആ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് സ്ഥാപനങ്ങളൊഴിഞ്ഞ്, വീടുകളൊഴിഞ്ഞ്, കെട്ടിടങ്ങളൊഴിഞ്ഞ്, പ്രസ്ഥാനങ്ങളൊഴിഞ്ഞ് ആളുകൾ അവരുടെ സാധനങ്ങളുമൊക്കെ ആയിട്ട് പുതിയ സ്ഥലത്തേക്ക് മാറിയത്. ഒരു ആധുനിക കാലഘട്ടത്തിലെ ഒരു പലായനമായിരുന്നത്. പലർക്കും പരാതികളുണ്ടായിരുന്നു. കാരണം കിട്ടിയ സ്ഥലമൊന്നും സൗകര്യമില്ലാത്തതായിരുന്നു, ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഇത് സൗദി അറേബ്യയാണ്. അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാവില്ല, സമരം ഉണ്ടാവില്ല. പക്ഷേ ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലുള്ള സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തു ആ ഇഷ്യൂ. അത് വലിയ വാർത്തകളൊക്കെ ആയിരുന്നു. എങ്കിലും ആ ഒഴിപ്പിക്കൽ നടന്നു, ഇടിച്ചു പൊളിക്കൽ നടന്നു. ഞാനവിടെ ചെല്ലുന്ന 2022 ആകുമ്പോഴത്തേക്കും ഏതാണ്ടൊക്കെ ആ ജദ്ദയുടെ പഴയ നഗരഭാഗങ്ങൾ ഇടിച്ച് തകർത്ത് കഴിഞ്ഞിരുന്നു. ആ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് പോകുന്നത്. നമ്മളിനി പോകുന്നത് ബലദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഈ ബലദ് ഏരിയ ജദ്ദയുടെ ഒരു തെക്കൻ ഭാഗമാണ്, കടൽത്തീര ഭാഗം, ചെങ്കടലിനോട് ചേർന്ന ഭാഗം. ഈ ബലദ് ഏരിയയിലേക്ക് പോകാൻ കാര്യം, അവിടെയാണ് ജദ്ദയുടെ പഴയ നഗരം, പുരാതനമായ നഗരഭാഗങ്ങൾ. ഏതാണ്ട് ഒരു 1400-1500 വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട നഗരം അവിടെയാണ്. ഇപ്പോഴും അവിടെയുള്ള കെട്ടിടങ്ങൾ പലതും 500-600 വർഷങ്ങളുടെ പഴക്കമുള്ളതാണ്. പുരാതനമായ ഒരു സൗദി നഗരം കാണാനുള്ള പോക്കാണ്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ കാറിൽ വേറെ 3 പേരും കൂടി ഉണ്ട്. ഒന്ന് ഡോക്ടർ ഷാഫി റിയാദിൽ നിന്ന് എൻ്റെ കൂടെ വന്നതാണ്. കൂടാതെ ഡോക്ടർ ഷാഫിയുടെ സുഹൃത്തായ നൗഷാദുണ്ട്. പിന്നെ ഈ ഞങ്ങൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കാറിൻ്റെ ഉടമസ്ഥൻ തന്നെയായ മജീദുണ്ട്. അങ്ങനെ ഞങ്ങൾ ബലദ് ഏരിയയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു തടാകം, ചെറിയൊരു ജലാശയം, അതിൻ്റെ മറുകരയിൽ വ്യത്യസ്തമായ രീതിയിൽ പണിതിരിക്കുന്ന ഒരു വെള്ള നിറമുള്ളൊരു മോസ്ക്. ആ മോസ്ക് ചൂണ്ടിക്കാണിച്ചിട്ട് നൗഷാദ് പറഞ്ഞു, ആ പള്ളി ഇവിടെ അറിയപ്പെടുന്നത് തലവെട്ട് പള്ളി എന്നാണ്. തലവെട്ട് പള്ളി എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാരത്തിന് ശേഷം കുറ്റവാളികളെ ആ പള്ളിയുടെ മുറ്റത്തുള്ള മൈതാനത്തേക്ക് കൊണ്ടുവരും. അവിടെ ഒരു ചെറിയ തറയുണ്ട്, അതിൻ്റെ മുകളിലേക്ക് കയറ്റി നിർത്തും. എന്നിട്ട് അവിടെ വെച്ച് തലവെട്ടിക്കൊല്ലും. നിരവധി വർഷങ്ങൾ കുറ്റവാളികളെ പരസ്യമായി വധിച്ചിരുന്ന, തലവെട്ടിക്കൊന്നിരുന്ന ഒരു പള്ളിമുറ്റമാണ് ആ കാണുന്നത്. കൂടാതെ ഈ പള്ളിയിൽ മറ്റൊരു തരം ശിക്ഷാവിധിയും കൂടെ നടന്നിരുന്നു, കല്ലെറിഞ്ഞു കൊല്ലുക. അത് ഈ പള്ളി മാത്രമല്ല, ഇത്തരം പരസ്യമായ വധശിക്ഷ നടപ്പാക്കുന്ന പള്ളികളോടനുബന്ധിച്ച് ഈ പരസ്യമായ കല്ലെറിഞ്ഞു കൊല്ലൽ നടന്നിരുന്നു. ഈ കല്ലെറിഞ്ഞു കൊല്ലുക എന്ന് പറയുന്നത് ഒരു പ്രാകൃതമായൊരു ശിക്ഷാവിധിയാണ്. ഈ പരസ്യമായി തലവെട്ടിക്കൊല്ലുന്നതും കല്ലെറിഞ്ഞു കൊല്ലുന്നതും എല്ലാം പ്രാകൃതമായ ശിക്ഷാരീതിയാണ്. പക്ഷേ ഇന്ന് സൗദി അറേബ്യയിൽ അത്തരത്തിൽ പരസ്യമായിട്ട് ഇത്തരം ശിക്ഷാവിധികൾ നടപ്പാകുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യഭിചാരക്കുറ്റത്തിന് പിടിക്കപ്പെടുന്ന ആളുകളെയായിരുന്നു കല്ലെറിഞ്ഞു കൊല്ലുന്നത്. വളരെ ക്രൂരമായ രീതിയിലുള്ളൊരു വധശിക്ഷയാണ്. ഈ കല്ലെറിഞ്ഞ് കൊല്ലേണ്ട ആളെ കൊണ്ടുവന്ന് ഈ മൈതാനത്ത് കൊണ്ടുവന്ന് നിർത്തും. അവിടെ ഒരു ചെറിയൊരു കുഴിയുണ്ടാക്കും. ഈ കുഴിയിലേക്ക് ഇറക്കി നിർത്തി ഇയാളുടെ പാതി മുക്കാലും ശരീരം മണ്ണിട്ട് മൂടും. എന്നിട്ട് ആളുകൾ കല്ലെടുത്ത് ഇയാളുടെ തലക്കിട്ടെറിയും. തല തകർന്ന് ആളുകളവിടെ മരിക്കും. ഇവർ തെറ്റിയിട്ടാണെങ്കിൽ കൂടി ഇത്തരം ക്രൂരമായ ശിക്ഷകൾ, പരസ്യമായി നടപ്പാക്കുന്ന ഇത്തരം ക്രൂരതയാർന്ന ശിക്ഷകളൊക്കെ, അതിനെതിരെയൊക്കെ നിരവധി സ്വരം ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ഉയർന്നതിനെ തുടർന്ന് അതിപ്പോൾ പരസ്യമായിട്ട് നടക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ അതിക്രൂരമായ ശിക്ഷകൾ നടപ്പാക്കിയിരുന്നൊരു സ്ഥലം കൂടിയായിരുന്നു ഇത്തരം പള്ളിമുറ്റങ്ങൾ. വീണ്ടും യാത്ര ചെയ്ത് നമ്മൾ ബലദ് ഏരിയയിലേക്ക് എത്തുകയാണ്. ബലദ് ഏരിയയിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു മോണ്യുമെൻ്റൊക്കെ ഉണ്ട്. ആ പുരാതന നഗരത്തിൻ്റെ ഒരു നഗരത്തിലേക്ക് നമ്മളെ സ്വീകരിക്കുന്നത് പോലെ പണിത് വെച്ചിരിക്കുന്ന ഒരു മോണ്യുമെൻ്റ്. ആ മോണ്യുമെൻറ്റിൻ്റെ ചുവട്ടിലൂടെ നമ്മൾ കടന്ന് ഒരു 4 നില 5 നിലയൊക്കെയുള്ള പഴയ കെട്ടിടങ്ങളുടെ ചുവട്ടിലേക്ക് എത്തുകയാണ്. 500-600 കൊല്ലങ്ങൾക്ക് മുമ്പ് 3, 4, 5 നിലകളായി പണിത കെട്ടിടങ്ങൾ.
അതൊക്കെ അക്കാലത്തെ ആ നഗരഭാഗത്തിലെ സമ്പന്നർ വസിച്ചിരുന്ന വീടുകളാണ്. ഈ ബലദ് ഏരിയയിൽ ആയിരുന്നു ജദ്ദയുടെ പുരാതനമായ തുറമുഖ ഏരിയ. അതുകൊണ്ട് തന്നെ ഈ ബലദ് ഏരിയയിൽ വലിയൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു, സൂക്ക് ഏരിയയുണ്ട്. ചെങ്കടലിൻ്റെ തീരത്താണ് ഈ ബലദ്. ചെങ്കടലിലൂടെ സുഗന്ധവ്യഞ്ജനങ്ങളും രത്നങ്ങളും മുത്തും പവിഴവും ഒക്കെ കച്ചവടം നടത്തിയിരുന്ന വലിയ സമ്പന്നരായ പ്രമാണിമാരുടെ വീടുകൾ നമുക്കവിടെ നിന്നാൽ കാണാം. ഈ വീടുകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വീടുകൾ 3-4 നിലയുള്ള കെട്ടിടങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ. ഈ വീടുകൾക്ക് ജാലകങ്ങളൊരു പ്രത്യേക രീതിയിലാണ് പണിതിരിക്കുന്നത്. ജനാലകൾ, ഈ ജനാലകൾ ഭിത്തിയിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടാണ്. തള്ളി നിൽക്കുന്നത് മാത്രമല്ല, അതിന് കൊത്തുപണികളോട് കൂടിയൊരു മുഖപ്പുണ്ട് ഈ ജാലകത്തിന്. ഈ കൊത്തുപണികൾക്കകത്ത് ആളുകൾക്ക് വന്നിരിക്കാം. ഈ കൊത്തുപണികളോട് കൂടി ഒരു ബാൽക്കണി പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ജാലകത്തിനകത്ത് ആളുകൾ വന്നിരുന്നാൽ അവർക്ക് പുറത്തെ കാഴ്ചകളെല്ലാം കാണാം. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് അകത്തെ കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ അറബി സ്ത്രീകൾ ഈ പുറത്തെ കാഴ്ചകൾ കാണാനും നഗരത്തിൻ്റെ കാഴ്ചകളും അവിടുത്തെ ജീവിതം കാണാനും ഒക്കെ ഈ ബാൽക്കണിയിൽ വന്നിരിക്കുമായിരുന്നു. അവരെ പുറത്തുകൂടെ പോകുന്നവർക്ക് കാണത്തില്ലായിരുന്നു. ഈ സമ്പന്നരായ വണിക്കുകളുടെ ഭാര്യമാരുടെ ഒരു ബാൽക്കണികളായിരുന്നു ഇതൊക്കെ. അത് മിക്കവാറും എല്ലാ കെട്ടിടത്തിനും മനോഹരമായ ഇത്തരം കൊത്തുപണികളോടുകൂടിയ ബാൽക്കണികളുണ്ട്. ഈ കെട്ടിടങ്ങളുടെ ഒരു ശൈലി വന്നത് യമനിൽ നിന്നാണെന്നാണ് പറയുന്നത്. അക്കാലത്തൊക്കെ സൗദിയേക്കാൾ സമ്പന്നവും സൗദിയേക്കാൾ പ്രതാപത്തിൽ കഴിഞ്ഞിരുന്നതുമായ പ്രദേശമായിരുന്നു യമൻ. നമ്മൾ യമനിലൂടെ നടത്തിയ യാത്രകളിൽ 7, 8, 9 നിലയുള്ള കെട്ടിടങ്ങളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിതിരുന്ന യമനി ഗ്രാമങ്ങൾ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. മലഞ്ചെരുവുകളിൽ കല്ലുകൊണ്ട് 8, 10 നിലയുള്ള കെട്ടിടങ്ങളുടെ ഇന്നത്തെ ആധുനിക നഗരങ്ങളിലെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ പോലെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന 500-600 വർഷങ്ങളുടെ പഴക്കമുള്ള കെട്ടിടങ്ങൾ നമ്മൾ യമനിലൂടെ സഞ്ചാരത്തിൽ കണ്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇത്തരം ആർക്കിടെക്ചറൽ ശൈലി ഈ സൗദി അറേബ്യയിലേക്ക് വന്നിരുന്നത്. അങ്ങനെ നമ്മൾ ആ പുരാതന നഗരത്തിലെ പല കാഴ്ചകളിലേക്കും നടന്നു ഞാൻ ക്യാമറയായിട്ട്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പ്രശസ്തമായ പുരാതനമായൊരു സൂക്കുണ്ട്. ആ സൂക്കാണ് കാണേണ്ടത്. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ സൂക്ക് പകൽ പ്രവർത്തിക്കില്ല, സന്ധ്യ കഴിയണം. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെയും ഇത്തരം അറബി രാജ്യങ്ങളിലെയും ഒക്കെ സൂക്കുകൾ അല്ലെ ചന്തകൾ പ്രവർത്തനം ആരംഭിക്കാൻ. ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് സൂക്ക് സജീവമാകുന്നത്. രാത്രി ലൈറ്റൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാണ് അവിടെ ആളുകൾ, ആണും പെണ്ണും കുട്ടികളും എല്ലാം ഈ സൂക്കിലേക്ക് ഇറങ്ങുന്നത്. കച്ചവടക്കാർ വന്ന് നിറയുന്നു, അതോടെ വാങ്ങാനുള്ള ആളുകൾ വരുന്നു. അവർക്ക് കരകൗശല വസ്തുക്കൾ വിൽക്കുന്നവരും ലഘുഭക്ഷണം വിൽക്കുന്നവരും ഒക്കെ വന്ന് നിറയുന്നു. ഒരു ഉത്സവപ്പറമ്പ് പോലെ, ഒരു പെരുന്നാൾ പറമ്പ് പോലെ ഈ സൂക്കുകൾ മാറും. പിന്നീട് എപ്പോഴേലും വൈകുന്നേരം ഒന്ന് വന്ന് ഈ സൂക്ക് കാണണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി കടൽ തീരത്തുകൂടി നമ്മൾ വടക്കോട്ട് യാത്രയാണ്. ഈ ജദ്ദയുടെ വടക്കൻ പ്രദേശമാണ് പുതിയ ഭാഗങ്ങൾ. പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്ന ആധുനികമായ രീതിയിൽ കെട്ടിടങ്ങൾ പണിത ലോക നിലവാരമുള്ള ഫെസിലിറ്റികളുമായിട്ട് ജദ്ദ എന്ന് പറയുന്ന സൗദിയുടെ തുറമുഖ നഗരം, ചെങ്കടൽ തീരത്തെ തുറമുഖ നഗരം വളരുന്നത് നമുക്ക് കാണാം ആ യാത്രയിൽ. അങ്ങനെ പോകുമ്പോൾ ഒരു പ്രൊമനേഡാണ്. പ്രൊമനേഡ് എന്ന് പറഞ്ഞാൽ കോർണിഷ് എന്നാണ് അവർ പറയുന്നതിന്. ആ കോർണിഷ് പ്രദേശത്തുകൂടി ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ചെങ്കടൽ, മറുവശത്ത് ആകാശം മുട്ടുന്ന ഗംഭീരമായ കെട്ടിടങ്ങൾ. പുതിയ കാല കെട്ടിടങ്ങളുണ്ട്, 80കളിലും 90കളിലും പണിത കെട്ടിടങ്ങളുമുണ്ട്. പക്ഷേ വടക്കോട്ട് പോകും തോറും പുതിയ കാലത്തെ വമ്പൻ ഹോട്ടൽ സമുച്ചയങ്ങൾ കാണാം, ഏറ്റവും ആധുനികമായ ഹോട്ടലുകൾ. പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ളൊരു സങ്കല്പം സൗദി അറേബ്യ വളരെ ഒരു പ്രാകൃത യുഗത്തിൽ ജീവിക്കുന്ന മൺവീടുകളും ഒട്ടകങ്ങളും മാത്രമായിട്ട് ജീവിക്കുന്ന മുഖം മൂടിയ മനുഷ്യരും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച കാട്ടറബികളും മാത്രമുള്ള ഒരു രാജ്യമാണെന്നാണ് പലപ്പോഴും സൗദി കണ്ടിട്ടില്ലാത്ത പലരുടെയും ധാരണ. അങ്ങനെയല്ല. സൗദിയിൽ ചില കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്നതല്ലാതെ എല്ലാ സംവിധാനങ്ങളുമുള്ള, അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള എല്ലാ ഫെസിലിറ്റികളുള്ള ഒരു രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടൽ കമ്പനികളെല്ലാം അവിടെയുണ്ട്. അതിലെ ഒരു പ്രധാന ഹോട്ടൽ എന്ന് പറയുന്നത് ഇൻ്റർകോണ്ടിനെൻ്റൽ എന്ന് പറയുന്ന ഹോട്ടലാണ്. ഇൻ്റർകോണ്ടിനെൻ്റൽ ലോകത്തെ എല്ലാ പ്രമുഖ രാജ്യങ്ങളിലെയും ഏറ്റവും പ്രമുഖമായ പട്ടണങ്ങളിലെല്ലാം ഉള്ളൊരു 5 സ്റ്റാർ ഹോട്ടൽ സമുച്ചയമാണ്. ആ ഇൻ്റർകോണ്ടിനെൻ്റൽ കടന്ന് നമ്മൾ പോകുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് റിറ്റ്സ് കാൾട്ടൺ എന്ന് പറയുന്ന ഹോട്ടലാണ്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ വമ്പനൊരു ഹോട്ടൽ സമുച്ചയമാണ്. അതും പിന്നിട്ട് നമ്മൾ പോകുമ്പം ഒരു സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ കോർണിഷാണ്, ചെങ്കടലിൻ്റെ തീരം. ആ തീരത്തുകൂടെ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഓടി കിങ് അബ്ദുൾ അസീസ് റോഡിലേക്ക് എത്തുകയാണ്. അത് വളരെ വിശാലമായ ഗംഭീരമായൊരു പാതയാണ്. ഈ പാതയുടെയും ഓരങ്ങളിൽ ഏറ്റവും ആധുനികമായ മാളുകൾ, ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ 5 സ്റ്റാർ ഹോട്ടലുകൾ, ഇതൊക്കെ കണ്ടു പോകുമ്പോൾ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ കുറേ തെങ്ങുകൾ വളർന്നു നിൽക്കുന്ന ഒരു പ്രദേശത്തേക്ക് ചെല്ലുന്നത്. ഈ ചെങ്കടലിൽ നിന്ന് ഉള്ളിലേക്ക് കടൽ അല്പം കയറി കിടക്കുന്നൊരു ഭാഗത്തേക്ക് ചെല്ലുകയാണ്. അവിടെ മനോഹരമായ ചില റെസ്റ്റോറൻറ്റുകളും റിസോർട്ടുകളും ഒക്കെയുള്ളൊരു പ്രദേശമാണ്. ഒരു ലഗൂൺ പോലെ ചെങ്കടലുള്ളിലേക്ക് കയറി കിടക്കുന്നു. അവിടെ ഒരിടത്ത് കാർ നിർത്തി ഞാൻ ഇറങ്ങി. ആ കാഴ്ച ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി. അവിടെ ഗംഭീരമായ ചില റെസ്റ്റോറൻറ്റുകളുണ്ട്. ആ റെസ്റ്റോറൻറ്റുകളോടനുബന്ധമായി നല്ല ഗംഭീരം റിസോർട്ടുകളുണ്ട്.
ഈ റിസോർട്ടുകളും ഈ റെസ്റ്റോറൻറ്റും എല്ലാം ചേർന്ന് ആ പരിസരം അതിമനോഹരമാണ്. ഞാനിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോബു എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. അതൊരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റാണ്. അതിമനോഹരമാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ. നമ്മുടെ നാട്ടിലൊക്കെ ഇനിയും വരേണ്ട ഒരു ശൈലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു റെസ്റ്റോറൻറ്റോ ഒരു ഹോട്ടലോ ഒക്കെ പണിയുമ്പോൾ അത് കണ്ട ഒരാളുടെ മനസ്സിൽ കുറച്ച് ദിവസങ്ങളെങ്കിലും തങ്ങി നിൽക്കുന്ന ഒരു ഡിസൈൻ നമുക്കുണ്ടാക്കാവുന്ന തന്നെ ഉള്ളൂ. പലപ്പോഴും നമ്മളുടെ പല കെട്ടിടങ്ങളും പണിയുമ്പോൾ, നമ്മളൊരു നഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, കൊച്ചി നഗരത്തിലൂടെ ആവട്ടെ, തിരുവനന്തപുരം നഗരത്തിലൂടെ ആവട്ടെ, സ്ഥിരം യാത്ര ചെയ്യുന്നവരല്ല, ആദ്യമായിട്ട് വന്നിറങ്ങുന്ന ഒരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ മറ്റു നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അയാളുടെ മനസ്സിലൊരു ഐക്കണായിട്ട് മനസ്സിൽ നിന്നും മായാതെ അങ്ങനെ നിൽക്കുന്ന കെട്ടിടങ്ങൾ അധികം ഉണ്ടാവില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ മ്യൂസിയം കെട്ടിടമോ സെക്രട്ടേറിയറ്റോ ഒക്കെ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഫൈൻ ആർട്സ് കോളേജ്, ലൈബ്രറി മന്ദിരം, ഇങ്ങനെയൊക്കെയുള്ള പുരാതനമായ പഴയകാലത്തെ ചില കെട്ടിടങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്, നമ്മുടെ മനസ്സിലൊരു ഫോട്ടോഗ്രാഫ് പോലെ പതിഞ്ഞു പോകുന്നത്. എന്നാൽ എറണാകുളത്തേക്ക് ചെന്നാൽ അത്ര പോലുമില്ല. MG റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു കെട്ടിടവും നമ്മുടെ മനസ്സിൽ പതിയുന്ന രൂപത്തിൽ ഡിസൈൻ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ആർക്കിടെക്റ്റുകൾ മനുഷ്യൻ്റെ മനസ്സിൽ പതിയുന്ന വ്യത്യസ്തമായ ഒരു ഡിസൈനിൽ ഒരു കെട്ടിടവും പണിയാത്തതെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എന്നാൽ മറ്റു പല രാജ്യങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന പല കെട്ടിടവും, ഇപ്പോൾ ദുബായിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പം ഓരോ കെട്ടിടത്തിനും ക്യാരക്ടറുണ്ട്. മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ദുബായിൽ പണിതിരിക്കുന്ന ഒരു കെട്ടിടം ഒരു മോതിരം പോലെ ഇരിക്കുന്ന കെട്ടിടമാണ്. അതൊന്നും ഒരു കാലത്ത് നമ്മൾ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. അല്ലെങ്കിൽ ബുർജ് ഖലീഫ, അല്ലെങ്കിൽ പെട്രോണാസ് ടവർ എന്ന് പറയുന്ന ഇരട്ട കെട്ടിടം. ഇങ്ങനെ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ രൂപഘടനയിൽ കെട്ടിടങ്ങൾ പണിയാത്തത് എനിക്ക് അത്ഭുതമാണ്. ഇവിടെ ഈ നോബു എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, ചെറിയൊരു റെസ്റ്റോറൻ്റാണ്, ഒരു ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആണെങ്കിലും അതിൻ്റെ ആ ഡിസൈൻ നമ്മളെ ആകർഷിക്കും. നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു രൂപമാണത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. നമ്മളാ നിൽക്കുന്ന അവിടെ ഒരു കടലിൻ്റെ ഒരു ചെറിയ ഒരു കഷ്ണം ഇങ്ങനെ ഉള്ളിലേക്ക് കയറി കിടക്കുന്നു. ഒരു ഉൾക്കടൽ എന്നൊന്നും പറയാനില്ല, ഒരു ചെറിയൊരു ലഗൂൺ എന്ന് വേണേൽ പറയാം. അതിങ്ങനെ കയറി കിടക്കുന്നു. അതിൻ്റെ തീരത്ത് തെങ്ങിൻ തോപ്പുകൾ, ആ കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും ഞങ്ങൾ കാറിൽ കയറി വീണ്ടും പോവുകയാണ്. വീണ്ടും പോകുമ്പോൾ അവിടെ ഒരു വശം മുഴുവൻ റിസോർട്ടുകളാണ്, ധാരാളം റിസോർട്ടുകളുണ്ട്, നല്ല ഏറ്റവും ആധുനികമായ റിസോർട്ടുകൾ ഈ കോർണിഷിൻ്റെ ഒരു വശം മുഴുവൻ. അങ്ങനെ ഓടി നമ്മൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയിലേക്കാണ്. ഇത് ഇവിടെ പോകണമെന്ന് ഞാൻ തന്നെ നിഷ്കർഷിച്ചതാണ്. അവിടുത്തെ ഒരു അക്വേറിയം, ഈ കോർണിഷിൽ തന്നെയാണ് ഈ അക്വേറിയം. ഫാക്കിയെ അക്വേറിയം എന്നാണ് അതിൻ്റെ അറിയപ്പെടുന്നത്. ഫാക്കിയെ അക്വേറിയത്തിൻ്റെ മുന്നിലേക്ക് കാർ കൊണ്ടുപോയി നിർത്തി. അകത്തേക്ക് കയറുമ്പം അതിഗംഭീരമായൊരു അക്വേറിയം തന്നെയാണ്, ഏറ്റവും മോഡേണായ അക്വേറിയം. അതിനകത്ത് ഏതാണ്ട് 8000-ലധികം ജലജീവികളെ പാർപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 200 ഇനം ജലജീവികളുള്ള, മത്സ്യം മാത്രമല്ല, ആമകൾ, മറ്റ് ജീവികൾ, കൂടാതെ പെൻഗ്വിൻ പോലുള്ള ജീവികൾ, ഇതൊക്കെയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഗ്ലാസ് ടണലാണ്. ഈ ഗ്ലാസ് ടണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കടലിനടിയിൽ കൂടെ നടക്കുന്ന ഒരു ഫീലാണ്. നമ്മുടെ ചുറ്റും നമ്മുടെ തലയ്ക്ക് മുകളിലും ഒക്കെ വെള്ളം. ഈ വെള്ളത്തിൽ ഭീമൻ മത്സ്യങ്ങൾ, തെരണ്ടി പോലത്തെ പരന്ന കൂറ്റൻ മത്സ്യങ്ങൾ ഇങ്ങനെ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ ഇങ്ങനെ ഒഴുകി പരന്നു പോവുകയാണ്. അതുപോലെ തന്നെ കൂറ്റൻ സ്രാവുകൾ ഇങ്ങനെ തലയ്ക്ക് മുകളിലൂടെ ഒഴുകി പോകുന്നു. അപ്പം നമ്മളിവിടെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ താഴെ നിന്ന് നോക്കുമ്പോൾ ഇവൻ്റെയൊക്കെ അടിഭാഗമാണ് നമ്മൾ കാണുന്നത്, നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെയാണല്ലോ ഇവൻ പോകുന്നത്. അപ്പോൾ കടലിൻ്റെ അടിത്തട്ടിൽ നമ്മൾ നിന്നുകൊണ്ട് നമ്മുടെ തലയ്ക്ക് മുകളിൽ കടൽ കാണുന്നത് പോലത്തെ മനോഹരമായ അനുഭവമാണ്. അതിൽ നമ്മൾ നിന്നാൽ മതി. ഒരു കൺവെയർ ബെൽറ്റ് പോലെ ഒരു ട്രാവലേറ്റർ പോലത്തെ ഒന്നിൽ നമ്മളങ്ങനെ ഒരിടത്ത് നിന്നാൽ നമ്മളിങ്ങനെ കൊണ്ടുപോകും. മറ്റൊന്ന്, വേറൊരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് പെൻഗ്വിനുകളുടെ ഒരു കേന്ദ്രമാണ്. ഗ്ലാസ് ഇട്ട് നല്ല തണുപ്പിച്ച് നിർത്തിയ ഒരു സ്ഥലം, വലിയൊരു മുറി പോലെയാണത്. അതിനകത്ത് കുറേ പെൻഗ്വിനുകൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നു. എവിടെ മരുഭൂമിക്കകത്ത് വന്ന് പെട്ടവരെ പെൻഗ്വിൻ്റെ അവസ്ഥ എന്നാലോചിക്കുക. ഏറ്റവും തണുപ്പുള്ള അന്റാർട്ടിക്കയിൽ ജീവിക്കുന്ന ഒരു കക്ഷിയാണ്. അവനെ ഇവിടെ ആർട്ടിഫിഷ്യലി തണുപ്പൊക്കെ ആക്കിയെങ്കിലും അവൻ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇപ്പോഴും ഒരു എത്തും പിടിയും കിട്ടാത്ത പോലെ അവർ വരണ്ട് നിൽക്കുകയാണ്. നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ഞാൻ ക്യാമറയായിട്ട് തിരിക്കുമ്പോൾ ഇവന്മാർ അങ്ങ് തിരിഞ്ഞ് നിൽക്കുന്നു, പ്രതിഷേധം പോലെയാണ്. ഞങ്ങൾക്ക് വീട്ടിൽ പോകണമെന്നുള്ള മട്ടിലാണ് നിപ്പ്. അപ്പോൾ എനിക്ക് തോന്നി ഇവരൊരു തരം ആടുജീവിതം നയിക്കുകയാണ് ഈ പെൻഗ്വിനുകൾ ഈ മരുഭൂമിയിലെ ഈ അക്വേറിയത്തിൽ നിന്ന് എനിക്ക് തോന്നി. കുറച്ച് ഷോട്ടുകളൊക്കെ അവരുടെ എടുത്തു. അതുപോലെ ധാരാളം ഈൽ മത്സ്യങ്ങൾ, അതായത് ഷോക്കടിപ്പിക്കുന്ന മത്സ്യം, ഈൽ, അങ്ങനെ നിരവധി നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം നിരവധി മത്സ്യങ്ങൾ. ഈ ചെങ്കടലിലെ കുറേയേറെ മത്സ്യസമ്പത്തിനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ, പസഫിക്കിലെ ഒക്കെ മത്സ്യങ്ങളുടെ വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. മറ്റു കടൽ ജീവികളുണ്ട്. അത് കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കയറിയ ഭാഗത്തൂടെ അല്ല ഇറങ്ങുന്നത്. കിയോസ്കുകളുണ്ട്, കോഫി ഷോപ്പുകളുണ്ട്, ആളുകൾക്ക് വന്ന് വിശ്രമിക്കാവുന്ന ചില സ്ഥലങ്ങളുണ്ട്, തെങ്ങിൻ തോപ്പുകളുണ്ട്, മനോഹരമായ കല്ല് വിരിച്ച മുറ്റം, അതിവൃത്തിയായി ഭംഗിയായി സൗന്ദര്യത്തോടെ സംരക്ഷിക്കുന്നു. ഒരു മനുഷ്യൻ വരുന്നില്ലെങ്കിലും അടിച്ചു വാരുന്നവരും വൃത്തിയാക്കുന്നവരും സജീവമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതിമനോഹരമായ ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ പോലെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവിടെ ഒരു കുടയുടെ ചുവട്ടിൽ നമ്മുടെ സുഹൃത്തുക്കൾ കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങളവിടെ ചെന്ന്, ഞാനും കൂടെ ആ കൂടെ ചെന്ന് ഞങ്ങളവിടുന്ന് അടുത്ത യാത്ര ആരംഭിക്കുകയാണ്. ഇനി വീണ്ടും നമ്മൾ വടക്കോട്ടാണ് പോകുന്നത്. നമ്മൾ വടക്കോട്ട് യാത്ര ചെയ്യുമ്പോഴും മനോഹരമായ ഹൈവേ, നല്ല ഗംഭീര റോഡാണ്. ഈ റോഡിൻ്റെ ഓരങ്ങളിൽ കുറേയും കൂടെ മോഡേണായ ഹോട്ടലുകൾ, 5 സ്റ്റാർ ഹോട്ടലുകൾ കാണുന്നത്. ദി വെന്യൂ ഹോട്ടൽ എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്, ഗംഭീര ഹോട്ടലാണ്. വീണ്ടും നമ്മളങ്ങനെ ചെല്ലുമ്പോൾ വാൾഡോർഫ് അസ്റ്റോറിയ എന്ന് പറയുന്ന ഒരു ലോകപ്രശസ്തമായ ഹോട്ടൽ. ന്യൂയോർക്കിൽ ഈ വാൾഡോർഫ് അസ്റ്റോറിയ കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. ന്യൂയോർക്കിലെ ഈ വാൾഡോർഫ് അസ്റ്റോറിയ ഹോട്ടലിലാണ് UN-ലെ പല പരിപാടികളിലും പങ്കെടുക്കാൻ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരെത്തുമ്പോൾ പോയി താമസിക്കുന്നത് ഈ ന്യൂയോർക്കിലെ വാൾഡോർഫ് അസ്റ്റോറിയാണ്. അപ്പോൾ അത്ര പ്രൗഢമായ ഹോട്ടലാണ്. ആ ഹോട്ടൽ ഇവിടെയുമുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ജദ്ദ ഹിൽട്ടൺ ഹോട്ടലാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഷാങ്ഗ്രില ഹോട്ടലാണ്. ഇതൊക്കെ ലോകപ്രശസ്തമായ ഏറ്റവും ആഡംബരത്തിൽ നിറഞ്ഞ ഹോട്ടലുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പോകുമ്പോൾ കാണുന്നത് അവിടുത്തെ ഒരു സിനിമാ തിയേറ്റർ കോംപ്ലക്സാണ്. അത് റിയാദിലും ഇവിടെയും ഒക്കെ നമ്മൾ കാണും. റിയാദിലൊക്കെ 7, 8, 10 സ്ക്രീനുകളുള്ള വമ്പൻ സിനിമാ കോംപ്ലക്സുകൾ വന്നു കഴിഞ്ഞു, മൾട്ടിപ്ലക്സുകൾ വന്നു കഴിഞ്ഞു. ഒരു കാലത്ത് സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കാത്ത, സിനിമ കാണാൻ നിവൃത്തിയില്ലാത്തൊരു രാജ്യമായിരുന്നു. ഒരൊറ്റ സിനിമാ തിയേറ്റർ ഇല്ലാത്തൊരു രാജ്യമായിരുന്നു. സിനിമ നിഷിദ്ധമായിരുന്ന ഒരു രാജ്യമായിരുന്നു. അവിടെയാണ് ഇന്ന് 10 സ്ക്രീനുകൾ വരെയുള്ള മൾട്ടിപ്ലക്സുകൾ സൗദി അറേബ്യയിലെ പല നഗരങ്ങളിലും വന്നു കഴിഞ്ഞത്. അങ്ങനെ പോകുമ്പോഴാണ് വോക്സ് എന്ന് പറയുന്ന ഒരു തിയേറ്റർ കോംപ്ലക്സ് നമ്മുടെ മജീദ് കാണിച്ചു തരുന്നത്. അത് വമ്പനൊരു മാളിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെയൊക്കെ ധാരാളം ആളുകൾ സിനിമ കാണാൻ കയറിയിരിക്കുന്നു. അപ്പം മറ്റൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമായി കഴിഞ്ഞു. വീണ്ടും നമ്മൾ മുമ്പോട്ട് ഓടി കുറേ ദൂരം ഓടി ചെല്ലുന്നത് നമ്മളൊരു മറീനയിലേക്കാണ്. ഒരു കടൽ തീരത്തെ ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന, ഉല്ലാസ നൗകകൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു തീരത്തേക്ക് ചെല്ലുകയാണ്. ഇനി നമ്മൾ ഒരു ജലയാത്രയ്ക്ക് പുറപ്പെടുകയാണ്. അവിടെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തു. നൗഷാദ് പോയി ഒരു 4 ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആ പ്രൊമനേഡിൽ തന്നെ, ആ മറീനയുടെ ഭാഗമായ പ്രൊമനേഡിൽ തന്നെ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ കുറേ ആളുകളുണ്ട്. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ വന്നിരിക്കുന്നു. നിരവധി ബോട്ടുകൾ നിരന്ന് കിടക്കുക. ഏറ്റവും ആധുനികമായൊരു മറീനയാണ്. ഒരു ഫ്ലോട്ടിംഗ് ഡോക്കുണ്ട്. ഈ ഡോക്കിൻ്റെ 2 വശങ്ങളിലുമായിട്ട് ബോട്ടുകളെ, പലതരം ബോട്ടുകളെ കെട്ടിയിട്ടിരിക്കുന്നു. ഏറ്റവും മോഡേണായ ബോട്ടുകളുണ്ട്. സ്പീഡ് ബോട്ടുകളാണ് കൂടുതൽ. 4, 5, 6 പേർക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന ബോട്ടുകൾ മുതൽ ഒരു 10, 20 ആളുകൾക്ക് വരെ യാത്ര ചെയ്യാവുന്ന തരത്തിലുള്ള ബോട്ടുകൾ. നമ്മുടെ കൊച്ചിയിലൊക്കെ കാണുന്ന തരം ആ പഴയ മരബോട്ടുകളല്ല, മോഡേൺ ഫൈബർ ബോട്ടുകൾ. ഏറ്റവും ആധുനികമായ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയ എല്ലാ ഫെസിലിറ്റികളും ഉള്ള മോഡേൺ ബോട്ടുകളാണ്. അപ്പോൾ അവിടെ പോയി നൗഷാദ് ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ മൈക്കിൽ കൂടി ടിക്കറ്റ് തരുന്നയാൾ ഒന്ന് വിളിച്ച് പറയും, 4 പേർക്ക് വേണ്ടി ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അതിൽ ഇന്ന നമ്പർ ബോട്ടുകാരൻ മുന്നോട്ട് വരേണ്ടതാണെന്ന് മറ്റാണ് അവിടുത്തെ അറബി ഭാഷയിലാണ് പറയുന്നത്. ഏകദേശം അതാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ അനൗൺസ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരാൾ ബോട്ടിനടുത്ത് നിന്ന് ഇറങ്ങി വരും. എന്നിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് ബോട്ടിലേക്ക് പോകും. ഇങ്ങനെ ഓരോ ഗ്രൂപ്പും ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ ഇയാൾ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യും. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ഈ മറീനയിലുള്ള എല്ലാ ബോട്ടുകാർക്കും കേൾക്കാവുന്ന പോലെ വലിയ മൈക്കിൽ കൂടെയാണ് അനൗൺസ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ അനൗൺസ്മെൻറ്റൊക്കെ കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള 4 വിദ്വാൻമാർ വന്നിരിക്കുന്നു, ഇവന്മാരെ കൊണ്ടുപോയി കാണിച്ചിട്ട് തിരിച്ച് കൊണ്ടുവരാമെന്നൊക്കെ ആയിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക. ഈ ഡ്രൈവർ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ഡോക്ക് അതെല്ലാം മോഡേൺ ഫെസിലിറ്റികളാണ്. നമ്മുടെ കൊച്ചിയിൽ അത്തരത്തിലൊരു മറീന ഒരു കാലത്ത് പണിതു, പക്ഷേ ഇന്നത് നിർജ്ജീവമായി പോയി. ഇത്തരം ഒരു സംവിധാനവും നമുക്ക് ഭംഗിയായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയാത്തത് എന്ത് എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ടൂറിസത്തിൽ ലോകത്ത് വരുന്ന മാറ്റങ്ങൾ, സൗദി അറേബ്യയിൽ പോലും വരുന്ന മാറ്റങ്ങൾ നമുക്ക് എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല? കാതലായ ടൂറിസം ആക്ടിവിറ്റികൾ, കാതലായ ടൂറിസം മാറ്റങ്ങൾ, കാതലായ രീതിയിൽ ടൂറിസത്തിലുള്ള ആധുനികവൽക്കരണം ഒന്നും നമ്മുടെ ഭാഗത്ത് നടക്കാതെ പോകുന്നുണ്ടോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. നമ്മൾ ഉപരിപ്ലവമായ ചില ചെറിയ ചെറിയ ഡെസ്റ്റിനേഷനുകളെ വളർത്തുന്നതല്ലാതെ ലോക നിലവാരത്തിൽ ഈ സൗദിയിലൊക്കെ ഉണ്ടായ ടൂറിസം മാറ്റം പോലെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പലപ്പോഴും കഴിയുന്നില്ല എന്ന് എനിക്കൊരു ബലമായ സംശയം ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചെന്ന ഒരു 8-10 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു ബോട്ടിലേക്ക് ചെന്ന് കയറുന്നു. ആ ബോട്ടിൽ കയറിയതോടെ ഡ്രൈവർ ഇയാൾക്ക് അറബി മാത്രമേ അറിയൂ. അതുകൊണ്ട് നൗഷാദിനൊക്കെ അറബി അറിയാം. അപ്പോൾ അവർ തമ്മിലാണ് സംസാരം. ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് അതിനകത്തിരുന്നു. ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. ഇത് കടലല്ല, ഒരു ലഗൂണാണ്. ഉൾക്കടലിങ്ങനെ കയറി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് തീരം, മെയിൻലാൻഡ്, അത് കഴിഞ്ഞ് ഈ ഉൾക്കടൽ, അതിനപ്പുറത്ത് വലിയൊരു തിട്ടയുണ്ട്, ഒരു മണൽത്തിട്ട പോലത്തെ ഒരു ഭാഗം. അവിടെയാണ് ഈ ജദ്ദയുടെ ഏറ്റവും പ്രമുഖമായ ടൂറിസം കേന്ദ്രം. നിരവധിയായ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, റിസോർട്ടുകൾ, ഇതെല്ലാമുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രദേശമാണ് ഈ ചെങ്കടലിനും ഈ ഉൾക്കടലിനും ഇടയ്ക്കുള്ള ആ തിട്ട. ആ തീരം ചേർന്നാണ് നമ്മൾ പോകുന്നത്. പുറത്തേക്ക് ഇറങ്ങി ആ തീരത്തോട്ട് യാത്ര ചെയ്യുമ്പോൾ കുറച്ചകലെ, കുറച്ചുകൂടെ വടക്കു ഭാഗത്തായിട്ട് കൂറ്റനൊരു കെട്ടിടത്തിൻ്റെ രൂപം കാണാം. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ ആ പോകുന്ന ദിവസങ്ങളിൽ പണി നടക്കുന്നില്ല, പണി നിർത്തിവെച്ചിരിക്കുകയാണ്. അത് നാളത്തെ ഒരു ലോകാത്ഭുതത്തിൻ്റെ നിർമ്മിതി നടക്കുകയാണ് അവിടെ. ജദ്ദ ടവർ അല്ലെങ്കിൽ കിങ്ഡം ടവർ എന്ന് പറയുന്ന വമ്പൻ ഒരു കെട്ടിടം, ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിൻ്റെ പണി നടക്കുകയാണ്. അത് ഞാൻ ആ ചെല്ലുന്ന സമയത്ത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ 2025 അതിൻ്റെ പണി വീണ്ടും ആരംഭിച്ചു. വീണ്ടും അതിൻ്റെ പൂർവാധിക ശക്തിയോടെ ഉത്സാഹത്തോടെ പണി നടക്കുകയാണ്. 2028 29 അതിൻ്റെ പണി പൂർത്തിയാവുമെന്നാണ് പറയുന്നത്. പണി പൂർത്തിയായി കഴിയുമ്പോൾ അതായിരിക്കും ബുർജ് ഖലീഫയേക്കാൾ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം. അതിൻ്റെ ഉയരം എത്രയായിരിക്കും എന്നറിയോ? ഒരൊറ്റ കിലോമീറ്റർ മുകളിലേക്ക്, ആകാശത്തിലേക്ക് ഒരൊറ്റ കിലോമീറ്റർ ഉയരം. അപ്പോൾ അത്ര ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിൻ്റെ പണി നടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ പകർത്തിയെടുത്തു. വീണ്ടും നമ്മുടെ ഈ ബോട്ട് ഈ മണൽത്തിട്ട, അതൊരു ദ്വീപ് പോലെയാണ്. ആ ദ്വീപിൻ്റെ തീരം ചേർന്ന് പോകുമ്പം അവിടെ കാണുന്ന ഒരു ഭാഗത്ത് മുഴുവൻ സമ്പന്ന വീടുകളാണ്. ഈ സൗദി അറേബ്യയിൽ തന്നെ ഏറ്റവും സമ്പന്നരുടെ, ഏറ്റവും ആഢ്യത്വം നിറഞ്ഞ ആളുകളുടെ ഏറ്റവും വില കൂടിയ വില്ലകളുടെ കാഴ്ചകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ റിസോർട്ടുകൾ തുടങ്ങുകയായി. ഈ റിസോർട്ടുകൾക്കെല്ലാം അതിൻ്റെ മുമ്പിൽ ബോട്ട് ജെട്ടികളുണ്ട്. പല റിസോർട്ടുകൾക്ക് സ്വന്തമായി ബീച്ചുകളുണ്ട്. സ്വന്തമായി ബീച്ചുകളുള്ള ഭാഗങ്ങൾ പലതും മറച്ച് കെട്ടിയിട്ടുണ്ട്. മറച്ച് കെട്ടിയ വേലി കെട്ടിയിട്ടുണ്ട്. മറ്റ് പുറത്തുനിന്ന് ആരും വന്ന് അവിടെ നീന്താൻ പാടില്ല. ആ റിസോർട്ടിൻ്റെ മാത്രം ബീച്ചാണത്. അതുപോലെ തന്നെ പല റിസോർട്ടുകൾക്കും ഈ ലഗൂണിലേക്ക് ഇറക്കി കെട്ടിയ ബോട്ട് ജെട്ടികളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ബോട്ടെടുക്കാം. മരം കൊണ്ടുള്ള നടപ്പാലങ്ങൾ, കടൽപ്പാലങ്ങൾ അതിമനോഹരമാണ്. വ്യത്യസ്തമായ ആർക്കിടെക്ചറൽ ശൈലി അതിഗംഭീരമായി പണിത് വെച്ചിരിക്കുകയാണിത്. അങ്ങനെ കുറേയേറെ റിസോർട്ടുകൾ, ഹോട്ടലുകൾ, ഇതെല്ലാം പിന്നിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. കുറേ ദൂരം നമ്മൾ ആ തീരത്തൂടെ, ആ ഉൾക്കടലിലൂടെ ഇങ്ങനെ ഓടുമ്പം ഈ സൗദി അറേബ്യയിലും ഈ ജദ്ദയിലും ഒക്കെ ഉണ്ടാകുന്ന ടൂറിസം മാറ്റം നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ ദ്വീപ് കണ്ടാൽ അത് കേരളത്തിലെയോ ലക്ഷദ്വീപിലെയോ മറ്റൊരു ദ്വീപാണെന്നേ തോന്നുള്ളൂ. കാരണം നിറയെ തെങ്ങാണ്. നല്ല പഞ്ചാര മണലിൻ്റെ തീരവും നിറയെ തെങ്ങുകളും. സൗദി അറേബ്യ ആണെന്ന് പറഞ്ഞില്ലെങ്കിൽ ആരും വിശ്വസിക്കുകയില്ല. സൗദി അറേബ്യയിൽ തെങ്ങും തോപ്പുകളൊന്നും നിങ്ങൾ സംശയിച്ചേക്കാം. മരുഭൂമിയുടെ, ഒട്ടകത്തിൻ്റെ, ഈന്തപ്പനയുടെ ഒരു നാട്ടിൽ ഇത്രയും തെങ്ങും തോപ്പോ, ഇത്രയും ഗംഭീരമായ റിസോർട്ടോ? ടൂറിസത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യ. അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ആകെപ്പാടെ ഇപ്പോൾ ഒരു വിദേശ ടൂറിസ്റ്റിന് നേരിടാവുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവിടെ കുറവ് എന്ന് പറയാവുന്നത് മദ്യത്തിൻ്റെ ലഭ്യത കുറവാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ അവിടുത്തെ തീരുമാനം മാറിയിരിക്കുന്നു. ചില പ്രത്യേക സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ടൂറിസം മേഖലകളിൽ മദ്യം അനുവദിക്കാമെന്നുള്ള തീരുമാനം. ഇപ്പോൾ ഏതാണ്ട് 5-6% മാത്രമാണ് ടൂറിസ്റ്റുകളിൽ നിന്നുള്ള വരുമാനം ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന ചെയ്യുന്നത്. എന്നാൽ 2030 ആകുമ്പോഴേക്കും ഏതാണ്ട് 30% വരുമാനം ടൂറിസത്തിൽ നിന്നാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം, ഭരണാധികാരികളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ടൂറിസത്തിന് വളരാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയാണ് അവിടെ. ഏറ്റവും ആധുനികമായ എൻ്റർടൈൻമെൻറ്റ് കേന്ദ്രങ്ങൾ. ഈ ചെങ്കടൽ തീരത്ത് തന്നെ നിരവധി ഗംഭീര ടൂറിസം ഹബ്ബുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉൾക്കടലിലൂടെ, ലഗൂണിലൂടെ ഒരു കറക്കം കഴിഞ്ഞ് മറ്റേ തീരത്തോടെ വരുമ്പോൾ 4 പോയിൻറ്റ് ഷെറാട്ടൺ പോലുള്ള, അതുപോലെ തന്നെ കടലിലേക്ക് ഇറക്കിപ്പണിത വമ്പൻ റെസ്റ്റോറൻറ്റുകൾ അതിമനോഹരമാണ്. ഈ ലഗൂണിനകത്ത് പണിത് വെച്ചതുപോലെയാണ് ചില റെസ്റ്റോറൻറ്റുകൾ. അതുപോലെ തന്നെ മറീനകൾ, വമ്പൻ ബോട്ടുകളെ ഉയർത്തി നിർത്തി വെച്ചിരിക്കുന്ന തരം മറീനകൾ. വെറുതെ വെള്ളത്തിൽ കിടക്കുകയല്ല, ജലത്തിലെ ഒരു ഉല്ലാസ നഗരത്തിൻ്റെ കാഴ്ചകൾ, നമ്മളെ അത്ഭുതപ്പെടുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ മടങ്ങി തിരിച്ച് മറീനയിലേക്ക് വരുന്നത്. ഈ മറീനയിലേക്ക് പുറപ്പെട്ടെടുത്തേക്ക് വരുമ്പോൾ ഈ സ്ത്രീകളുടെ സംഘങ്ങൾ, വെറുതെയൊക്കെ ഇട്ട ട്രഡീഷണൽ വസ്ത്രമൊക്കെ ധരിച്ച സ്ത്രീകളുടെ വലിയ സംഘങ്ങൾ ഇത്തരം ബോട്ടുകളിൽ കയറി ഉല്ലാസത്തിന് പോകുന്ന കാണാം. പെണ്ണുങ്ങളുടെ ഒരു സംഘം, അവർക്ക് ഒന്ന് എൻ്റർടൈൻഡ് ആവണമെന്ന് തോന്നുന്നു, അവർ ഒരു ബോട്ട് പിടിച്ച് കറങ്ങാൻ പോകുന്നു. അങ്ങനെ തീരത്ത് വന്നെടുത്തു. ഞങ്ങളവിടെ ഇറങ്ങി. ഞങ്ങളിനി തിരിച്ച് പഴയ നഗരഭാഗത്തേക്ക് പോവുകയാണ്. അത് ഈ വന്ന വഴിയിലൂടെ തന്നെയാണ് പോകുന്നത്. ഈ കാഴ്ചകളെല്ലാം കണ്ട് ഈ സൗദിയിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് പഴയ നഗരഭാഗത്തേക്ക് എത്തുന്നു. ഇപ്പോഴത്തേക്കും ഒരു 3-4 മണിയൊക്കെ ആയി. ഇന്ന് നമ്മൾ താമസിക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നത് ഈ ജദ്ദ നഗരത്തിലല്ല. ജദ്ദ നഗരത്തിൽ നിന്ന് കുറേ പുറത്തേക്ക് പോകണം. മക്കയിലേക്ക് പോകുന്ന വഴിയിലൂടെ കുറേ ദൂരം പോയി കഴിയുമ്പോൾ നമ്മളൊരു മരുഭൂമി പ്രദേശത്തെത്തും. ആ മരുഭൂമിയിലെ ഒരു ഡെസേർട്ട് ക്യാമ്പിലാണ് ഇന്ന് രാത്രി താമസിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം മജീദിൻ്റെ അടുത്തും നൗഷാദിൻ്റെ അടുത്തും അത് നേരത്തെ തന്നെ ഡോക്ടർ ഷാഫി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ നേരത്തെ കുറേ കാലം മുമ്പ് ഈ ഡെസേർട്ടിൽ പോയി ക്യാമ്പുകളിൽ താമസിച്ചിട്ടുള്ളവരാണ്. അവർക്കറിയാം ആ സ്ഥലങ്ങളൊക്കെ. ഇവിടെ ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല നമ്മൾ, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോവുകയാണ്. അവിടെയാണ് ഇന്നത്തെ താമസം. ഞങ്ങൾ എല്ലാ സന്നാഹങ്ങളുമായിട്ട് മരുഭൂമിയിലേക്ക് യാത്രയാകാണ്. ഗംഭീരമായ പാതയാണ്. പ്രത്യേകിച്ച് ജദ്ദയിൽ നിന്ന് മക്കയിലേക്കുള്ള പാത എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ പാതയാണ്. ആ പാതയിലൂടെ പോകുമ്പോൾ കുറേ നല്ല നിർമ്മിതികളുണ്ട്. അതിൽ ചിലതെല്ലാം വലിയ ആശുപത്രികളാണ്.
വമ്പൻ ഹോസ്പിറ്റലുകൾ, 400 ബെഡുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഈ നഗരത്തിന് പുറത്ത് മക്കയോട് അടുക്കുന്ന ആ ഭാഗത്ത് ഹൈവേയിൽ പണിതിട്ടുണ്ട്. 1990 തീർത്ഥാടകരുടെ കൂടാരങ്ങളിൽ തീപിടിച്ച് നിരവധി ആളുകൾ കൊല്ലപ്പെട്ട ഒരു സംഭവമൊക്കെ ഉണ്ടായി. അതിനൊക്കെ ശേഷം മെഡിക്കൽ സംവിധാനങ്ങളും ഇവാക്വേഷൻ ഫെസിലിറ്റികളും എമർജൻസി സംവിധാനങ്ങളും ഒക്കെ കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഗംഭീര ആശുപത്രികളൊക്കെ പണിതിരിക്കുന്നത്. അതൊക്കെ പിന്നിട്ട് നമ്മൾ ഒരു ഹൈവേയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു ഭാഗത്തേക്ക് എത്തുന്നു. ബഹ്റ എന്ന് പറയുന്നൊരു സ്ഥലമാണത്. ഈ ബഹ്റയിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു ടാറിട്ട റോഡിലൂടെ കുറേ ദൂരം ഓടി, പിന്നെ ടാറില്ലാത്ത ഭാഗത്തൂടെയായി, പിന്നെ മണലിലൂടെയായി, പിന്നെ ദീർഘദൂരം മണൽപ്പരപ്പിലൂടെ ഓടുകയാണ്. കുറേ ദൂരം അങ്ങനെ ഓടി നമ്മളങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും ചില ഭാഗങ്ങളിൽ ഈ കറുത്ത തുണി കൊണ്ട് ചില വേലികൾ കെട്ടിയിരിക്കുന്നു, മതിൽ പോലെ. ഈ കറുത്ത ജമുക്കാളം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലത്തെ കനമുള്ള ഒരു പ്രത്യേക കോട്ടൺ തുണി കൊണ്ട് മതിൽ കെട്ടിയിരിക്കുന്നു. അതിനകത്ത് കൂടാരങ്ങൾ. പക്ഷേ മറ്റു വാഹനങ്ങളൊന്നും കാണുന്നില്ല, വേറെ ആളുകളെ അധികം കാണുന്നില്ല. ഞങ്ങളുടെ വണ്ടി മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ വിജനമായ ഈ മരുഭൂമിയിലൂടെ കുറേ ദൂരം ഓടിയിട്ട് നമ്മൾ അടച്ചു പൂട്ടിയ ഒരു ഗേറ്റിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. ഇതാണ് ഇവർ ഉദ്ദേശിച്ച സ്ഥലം. അപ്പോൾ അവിടെ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങി അകത്തേക്ക് കയറി. അകത്ത് ചെല്ലുമ്പം നേരത്തെ കണ്ടതുപോലെ തന്നെ തുണി കൊണ്ട് മതിൽ കെട്ടിയ ചില കോമ്പൗണ്ടുകളുണ്ട്. അതിനകത്ത് ഒരു സ്റ്റേജുണ്ട്, ഒരു മണ്ഡപമുണ്ട്, ഒരു കൂടാരമുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു, എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു, ഇവിടെ രാത്രികളിൽ പാർട്ടികൾ നടക്കുന്നതാണ്. മഞ്ഞുകാലമായി കഴിഞ്ഞാൽ പാർട്ടികൾ നടക്കും. വിവാഹത്തിൻ്റെ പാർട്ടികളുണ്ടാവും, കോർപ്പറേറ്റ് ഇവൻറ്റുകൾ നടക്കും, ഓഫീസിലെ പാർട്ടികളുണ്ടാവും, സുഹൃത്തുക്കൾ ഒത്തുചേരും. ഇവിടെ വാടകയ്ക്ക് എടുക്കാം, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം, കലാപരിപാടികൾ നടത്താം, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. കൂടാതെ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. ഒട്ടക സവാരി നടക്കും. അതുപോലെ തന്നെ ക്വാഡ് ബൈക്ക് 4 ചക്രമുള്ള ഒരു തരം ബൈക്കാണ്. അതിൽ ഈ മണൽക്കുന്നുകളിലൂടെ ഓടിപ്പോവും. അങ്ങനെയുള്ള ബൈക്കുകൾ കുറേ ഭാഗത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഉള്ളിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോൾ എനിക്കൊരു സംശയം, ഇതെന്താ ഇങ്ങനെ? ഒരു മനുഷ്യനില്ല, ടൂറിസ്റ്റുകളായിട്ട് ഒരു മനുഷ്യനില്ല എന്ന് മാത്രമല്ല ആ കോമ്പൗണ്ടിൽ ഒരാളുമില്ല. കുറച്ച് ചെല്ലുമ്പോൾ മറ്റൊരു ടെൻ്റ് അവിടെ കണ്ടു. അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഈ സമയത്ത് അയാളെ വിളിച്ചേപ്പിച്ചപ്പോൾ അവനൊരു കാവൽക്കാരനാണ്. അവന് ഇവരുമായിട്ട് എന്തൊക്കെയോ സംസാരിച്ച്, അറബിയിലാണ് സംസാരിക്കുന്നത്. ആരോ ഒരാൾ വരും, കാത്തു നിൽക്കാൻ പറഞ്ഞു. ഇവൻ ഫോൺ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു മൊബൈലിൽ. അപ്പോൾ ഞങ്ങളങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ ക്വാഡ് ബൈക്കുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൗതുകം ഡോക്ടർ ഷാഫിക്ക്. പുള്ളി പറഞ്ഞു, എന്നാൽ ഈ ക്വാഡ് ബൈക്ക് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ പയ്യൻ വന്ന് മനസ്സോടെ ഒരു ക്വാഡ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു. ഷാഫി അതിൽ കയറി ആ മരുഭൂമി കൂടെ കുറേ ദൂരം ഓടി. പുള്ളിക്ക് അതൊന്നും മതിയായില്ല. കുതിരപ്പുറത്ത് പോകുന്ന ലാഘവത്തോടെ, അല്ലെങ്കിൽ കുതിരപ്പുറത്തിരിക്കുന്ന പോലെ തന്നെ ഈ ക്വാഡ് ബൈക്കിനകത്തിരുന്ന് ആ മണൽക്കുന്നിൻ്റെ എല്ലാം മുകളിലൂടെ എല്ലാം ഓടി തിരിച്ചു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മറ്റൊരാൾ ഒരു ക്വാഡ് ബൈക്കിൽ വരുന്നു. അയാൾ വന്നു, അയാളുമായിട്ട് സംസാരിച്ചു. അയാൾ പറഞ്ഞു, ഞങ്ങൾ ഈ കോവിഡിന് ശേഷം ഇത് പ്രവർത്തിക്കുന്നില്ല. കോവിഡ് വരെ ഇവിടെ കൂടാരങ്ങളിൽ താമസം ഉണ്ടായിരുന്നു, ഫെസിലിറ്റികളൊക്കെ ഉണ്ടായിരുന്നു. കോവിഡിന് അടച്ചതാണ്, പിന്നെ ഇതുവരെ തുറന്നിട്ടില്ലത്. പിന്നെ വല്ലപ്പോഴുമൊക്കെ പകൽ വല്ലവരുമൊക്കെ വരും, അവർ ഈ ക്വാഡ് ബൈക്കിൽ ഇതിലൂടെയൊക്കെ ഒന്ന് കറങ്ങും. അതുകൊണ്ട് നിങ്ങൾക്ക് കിടക്കാനും ഉറങ്ങാനും ഉള്ള ഒരു സൗകര്യം ഇവിടെയില്ല. ഈ മരുഭൂമിയുടെ നടുവിൽ ആകാശം കണ്ടുകൊണ്ട് മരുഭൂമിയിലെ ഒരു ക്യാമ്പിൽ, ഒരു കൂടാരത്തിൽ രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ കഥകൾ ഒക്കെ പറയാനും അത് ചിത്രീകരിക്കാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ചു, ഈ ക്യാമ്പല്ലാതെ മറ്റേതെങ്കിലും ക്യാമ്പ് ഇതിന് സമീപത്ത് മറ്റെവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? കാരണം ഞങ്ങൾ ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. ഞാനും ഷാഫിയും ഇന്ന് രാത്രി എവിടെ താമസിക്കണമെന്നറിയത്തില്ല. അപ്പോൾ ഈ ക്യാമ്പിൻ്റെ ഉടമ പറഞ്ഞു, ഒരു ക്യാമ്പും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. കോവിഡിന് ശേഷം ഇത് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതിയേ കിട്ടിയിട്ടില്ല. ഞങ്ങളാകെ ധർമ്മസങ്കടത്തിലായി. നേരെ ഇരുണ്ട് വരികയാണ്. ഇനി എന്തു ചെയ്യും? എവിടെ താമസിക്കും? ആകെ ടെൻഷനോടെ ആ നേരെ ഇരുണ്ട് വരുന്ന സമയത്ത് ആ മരുഭൂമിയിൽ ഞങ്ങൾ 4 പേരങ്ങനെ നിന്നു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.